ഇന്ത്യൻ സിനിമാ ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബാഹുബലി ദ കൺക്ലൂഷൻ. കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നുവെന്നറിയാൻ ഇന്ത്യൻ സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ ബാഹുബലി 2 വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമാണ് SS രാജമൌലി സംവിധാനം ചെയ്ത ബാഹുബലി. ബാഹുബലി ദ കൺക്ലൂഷൻ അതുക്കും മേലെയായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റിലീസിന് മുൻപേ തന്നെ ചിത്രം 500 കോടി നേടിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വാർത്തകൾ സത്യമാണെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ മറ്റൊരു ചരിത്ര നേട്ടം തന്നെയാണിത്. ഇത്രയും വലിയൊരു തുക പ്രീ റിലീസിലൂടെ ലഭിക്കുന്നത് ഇതാദ്യത്തെ സംഭവമാണ്. 120 കോടി രൂപയ്ക്കാണ് തെലുങ്കിൽ വിതരണാവകാശം വിറ്റുപോയത്. മലയാളം, കന്നഡ, തമിഴ് ഭാഷകളിലുള്ള വിതരണാവകാശം 90 കോടി. ഹിന്ദിയിലും മറ്റു ഭാഷകളിലുമായി 75 മുതൽ 80 കോടി വരെ ലഭിച്ചു. ചിത്രത്തിന്റെ USA വിതരണാവകാശം 40 കോടിക്ക് നേരത്തെ വിറ്റിരുന്നു. മറ്റു വിതരണാവകാശം 15 മുതൽ 20 കോടി വരെ ലഭിച്ചു. 100 കോടി രൂപയ്ക്കാണ് ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശം വിറ്റുപോയത്. അങ്ങനെ ആകെ മൊത്തം 500 കോടി. നിലവിൽ ചിത്രത്തിന്റെ അവസാനഘട്ട മിനുക്കുപണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തുമായി 33 സ്റ്റുഡിയോകളിലായിട്ടാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗും വിഷ്വൽ എഫക്റ്റും മറ്റുമൊക്കെയായ സാങ്കേതിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 200 കോടി രൂപയ്ക്കാണ് ബാഹുബലി ദ കൺക്ലൂഷൻ ഒരുക്കുന്നത്. ഏപ്രിൽ 28-ന് ബാഹുബലി ദ കൺക്ലൂഷൻ റിലീസ് ചെയ്യും. നേരത്തെ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് പ്രേക്ഷകർക്കിടയിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു. പ്രഭാസ്, റാണ ഗതുപതി, അനുഷ്ക ഷെട്ടി, തമന്ന, സത്യരാജ്, നാസർ, രമ്യ കൃഷ്ണൻ, രോഹിണി തുടങ്ങിയവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ന്യൂസ്.